മോഡിയും ട്രംപും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് പോലും. അതുകൊണ്ട് ട്രംപ് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പോലും. അതിനുവേണ്ടി CJPയെ കരുവാക്കിക്കൊണ്ട് സോനം വാങ്ചുക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു അട്ടിമറി ശ്രമമാണ് ഇത്. നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നതുപോലുള്ള ഒരു അട്ടിമറി സമരമാണ് നടക്കുന്നത്. രാജ്യദ്രോഹത്തിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരക്കാലം മുതൽ ഇന്ത്യൻ ജനതയോടോ ഇന്ത്യൻ ദേശീയതയോടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ താല്പര്യങ്ങളോടോ ഒരിക്കലും ഇണങ്ങി നിൽക്കാൻ തയ്യാറായിട്ടില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ്, ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് RSS. രാഷ്ട്രപിതാവായ ഗാന്ധിവധത്തേക്കാൾ വലിയ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം എന്താണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അവരുടെ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടാക്കുക. ഇപ്പോൾ പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന് പറഞ്ഞിരിക്കുക. ഇതെല്ലാം ഇവിടുത്തെ കോച്ചിങ് മാഫിയകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്താണ്. അതിനെതിരായിട്ടാണ് ഒരു സിസ്റ്റത്തിൻ്റെ അധാർമികതക്ക്, ഒരു സിസ്റ്റത്തിൻ്റെ പിടിപ്പുകേടിന് അതിനിരയായിട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ഭാവിക്ക് ഇന്ത്യയുടെ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത്. 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് 152 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായത്, ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് 152 തവണ. 7.5 കോടി കുട്ടികളുടെ ഭാവിയെയാണ് അത് ബാധിച്ചത്. ജന്തർ മന്ദറിൽ CJP ആരംഭിച്ച സമരം ഇന്ന് 26ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമകാലീന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നേരത്തെ നമ്മൾ കർഷക സമരത്തിൽ കണ്ടതുപോലുള്ള വിപുലമായ വിദ്യാർത്ഥി യുവജന പങ്കാളിത്തമാണ് ഈ സമരത്തിലുള്ളത്. സമരത്തെ അടിച്ചമർത്തുക എന്നതാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഒരു തന്ത്രം. 2 തരത്തിലാണ് മോഡി സർക്കാർ ഈ സമരത്തെ നേരിടുന്നത്. ഒന്ന്, തങ്ങളുടെ മർദ്ദക സംവിധാനങ്ങളെയെല്ലാം ജന്തർ മന്ദറിലും ഡൽഹി സ്ട്രീറ്റിലും അവർ വിന്യസിച്ചിരിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകളെല്ലാം അടച്ചിട്ട് വിദ്യാർത്ഥികളെ ആകെ വളഞ്ഞു പിടിച്ച് തല്ലിച്ചതക്കുക എന്ന ഒരു സ്ട്രാറ്റജിയാണ് മോഡി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. മറുഭാഗത്ത് സംഘപരിവാർ എല്ലാ കാലത്തും തങ്ങളെ വിമർശിക്കുന്നവരെ, എതിർക്കുന്നവരെ രാജ്യദ്രോഹികളാക്കും, ചൈനാചാരന്മാരാക്കും, പാകിസ്ഥാൻ ഏജന്റുമാരാക്കും, ISI ബന്ധമുള്ളവരാക്കും. ഇതുതന്നെയാണ് ഈ സമരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതാണ് പരീക്ഷാ ക്രമക്കേടും CBSEയിലെ ചോദ്യപേപ്പർ ചോർച്ചയും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ എഴുതിയത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് സർവകലാശാല പ്രവേശന പരീക്ഷകൾ എഴുതിയത്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് CBSE 12ാം ക്ലാസ്സിൽ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അരക്ഷിതരായത്. തങ്ങൾക്ക് ന്യായമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മാർക്ക് അതിന് എന്താണ് സംഭവിച്ചെന്നറിയാതെ പ്രവേശന പരീക്ഷ എഴുതിയ 20ഓളം കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. അവരുടെ മാതാപിതാക്കൾ തീ തിന്നു കഴിയുകയാണ്. ഇന്ത്യൻ നഗരങ്ങളിലെ വലിയ വിഭാഗം മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾ വലിയ പ്രതീക്ഷയോടെയാണ്, അവരുടെ വലിയ സ്വപ്നമാണ് മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത്. സർവകലാശാലകളിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ CBSE പരീക്ഷ എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളെ ആകെ തകർക്കുകയാണ് എൻട്രൻസ് കോച്ചിങ് ഏജൻസികളും അവർക്ക് ഒത്താശ ചെയ്ത് പണമുണ്ടാക്കുന്ന നമ്മുടെ പരീക്ഷാ ഏജൻസികളും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പും ചെയ്തിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത കുട്ടികൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക് ഈ കേന്ദ്ര പരീക്ഷകളുടെ നാഷണൽ ടെസ്റ്റിൻ്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സർക്കാർ കാണിച്ച കൊള്ളരുതായ്മയാണ് അതിന് കാരണം. അതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഈ സിസ്റ്റത്തെ നയിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയാണ്. അപ്പം ന്യായമായിട്ടും സമരം ഉന്നയിക്കുന്നത് ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്
ധർമ്മേന്ദ്ര പ്രധാൻ മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ്. അതൊരു ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് സുതാര്യമായി കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ബന്ധപ്പെട്ടവരുടെ, ഉത്തരവാദിത്തമുള്ളവരുടെ, വകുപ്പ് മന്ത്രിയുടെ ഉദാസീനതയാണ് അല്ലെങ്കിൽ കുറ്റകരമായ ഇത്തരം മാഫിയകൾക്ക് കൂട്ടുനിന്നാണ് ഈ ക്രമക്കേടിന്, ഈ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. ആ ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉയർത്തിയിരിക്കുന്നത്. അത്തരമൊരാവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ജന്തർ മന്ദറിൽ CJP വേദിയിൽ സോനം വാങ്ചുക്ക് നിരാഹാരം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ നിരാഹാരവും CJPയുടെ സമരവും വന്നതോടുകൂടി എന്താണ് RSS സംഘപരിവാർ പ്രൊഫൈലുകൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ചെയ്തത്? ഇവരെല്ലാം വിദേശ ശക്തികളുടെ, ഇന്ത്യാവിരുദ്ധ ശക്തികളുടെ കയ്യിൽ കളിക്കുന്നവരാണ്. ഇന്ത്യയെ തകർക്കുകയാണ്. എന്തെല്ലാം കഥകളാണ് RSSകാർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കേണ്ടി വരുന്നത്. മോഡിയും ട്രംപും തമ്മിൽ തെറ്റിയിരിക്കുകയാണ് പോലും. അതുകൊണ്ട് ട്രംപ് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് പോലും. അതിനുവേണ്ടി CJPയെ കരുവാക്കിക്കൊണ്ട്, സോനം വാങ്ചുക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു അട്ടിമറി ശ്രമമാണ് ഇത്. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നതുപോലുള്ള ഒരു അട്ടിമറി സമരമാണ് നടക്കുന്നത് എന്ന ഒരു നെറേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ അവിടെ ഈ സമരം നടക്കുന്ന സമയത്ത് ഇവിടുത്തെ RSSകാർ ആ സമരത്തിൻ്റെ ഒപ്പം നിന്നവരാണ്. നേപ്പാളിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് വാദിക്കുന്ന പാർട്ടിയാണ് BJPയും RSSും. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ കുറ്റകരമായ പരീക്ഷാക്രമക്കേടിന് ഉത്തരവാദിയായ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൊള്ളരുതായ്മ, പിടിപ്പുകേടാണ് ഈ ഒരു ക്രമക്കേടിന്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഭാവി തുലച്ച ഈ ക്രമക്കേടിന് കാരണമെന്ന് കണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തിൻ്റെ കോസിനെ, അത് ഉന്നയിക്കുന്ന പ്രശ്നത്തെ നീതിപൂർവ്വം സമീപിക്കുന്നതിന് പകരം സമരം ചെയ്യുന്നവരെല്ലാം ചൈനാചാരന്മാരാണ്. സമരം ചെയ്യുന്നവരെല്ലാം ഇന്ത്യയിലെ മോഡി ഭരണത്തെ അട്ടിമറിക്കാനാണ്. ചാനൽ ചർച്ചകളിൽ വരുന്ന BJPയുടെ പ്രതിനിധികൾ പറയുന്നത് എന്താണ്? മോഡി ഇന്ത്യയെ ലോകത്തോളം വലുതാക്കിയതാണ്, ലോകാരാധ്യനായ നേതാവാണ് മോഡി എന്നാണ്. അപ്പോൾ മോഡിയുടെ ഈ വളർച്ചയിൽ അസൂയാലുക്കളായ ചൈന, പാകിസ്ഥാൻ, അതേപോലെ തന്നെ ഇപ്പോൾ ട്രംപ്, ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു കോൺസ്പിരൻസിയാണ് ഈ സമരം എന്നാണ്. ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ RSSകാരുടെ ഈ രാജ്യത്തെ യുവതയോട്, വിദ്യാർത്ഥി സമൂഹത്തോട്, അവരുടെ സ്വപ്നങ്ങളോട് ചെയ്തിരിക്കുന്ന ക്രൂരമായ നീതികേടിനെ ന്യായീകരിക്കാനാണ്. ആ ന്യായീകരണത്തിന് വേണ്ടി ഈ രാജ്യത്ത് സമരം ചെയ്യുന്ന ആളുകളെയെല്ലാം രാജ്യദ്രോഹികളാക്കുകയാണ്. നമുക്കറിയാമല്ലോ, കർഷക സമരം നടന്നിരുന്ന സമയത്ത് ആ കർഷക സമരം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യൻ കൃഷിയുടെ ഉൽപ്പാദനത്തിൻ്റെയും സംഭരണത്തിൻ്റെയും വിതരണത്തിൻ്റെയും രംഗത്തേക്ക് ആഗോള അഗ്രി ബിസിനസ് കമ്പനികളുടെ താല്പര്യാനുസരണം വരാൻ പോകുന്ന കുത്തകവൽക്കരണത്തെ, കോർപ്പറേറ്റ് വൽക്കരണത്തെ അതിനിശിതമായ ഭാഷയിൽ വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ നിരവധി വിശകലന ലേഖനങ്ങളിലൂടെ തുറന്നു കാണിച്ച ഓൺലൈൻ പോർട്ടലായിരുന്നു ന്യൂസ് ക്ലിക്ക്. ആ ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്ററായിരുന്നു പ്രബീർ പുർഗായസ്ഥ. ന്യൂസ് ക്ലിക്ക് എന്തിൻ്റെ പേരിലാണ് 2023 റെയ്ഡ് ചെയ്ത് പൂട്ടിച്ചത്? പ്രബീർ പുർഗായസ്ഥയും അമിത് ചക്രവർത്തിയും ഒക്കെ തന്നെ UAP അനുസരിച്ചാണ് CBI അറസ്റ്റ് ചെയ്തത്. എന്തു പറഞ്ഞുകൊണ്ടാണ്? അവർക്ക് ചൈന പണം കൊടുക്കുന്നുണ്ട്, അവർക്ക് വിദേശ സഹായമുണ്ട്. എന്തിനു വേണ്ടി? ഇന്ത്യൻ രാജ്യത്തെ, ഇന്ത്യയെ അസ്ഥിരീകരിക്കാൻ, ബാൾക്കനൈസ് ചെയ്യാനുള്ള ഒരു അജണ്ടയിലാണ് പ്രബീർ പുർഗായസ്ഥ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ന്യൂസ് ക്ലിക്ക് പ്രസിദ്ധീകരിക്കുന്നത് എന്ന ഒരു പ്രചരണമാണ് RSSകാർ നടത്തിയത്, സംഘികൾ നടത്തിയത്. കേന്ദ്ര സർക്കാർ അതിൻ്റെ പേരിലാണ് ന്യൂസ് ക്ലിക്ക് റെയ്ഡ് ചെയ്ത് അത് പൂട്ടിച്ചു. അതിൻ്റെ പത്രാധിപരായ പ്രബീറിനെയും അതേപോലെ തന്നെ അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ചൈനയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, ചൈന ഇവർക്ക് പണം കൊടുക്കുന്നുണ്ട്, ചൈന സർക്കാരിന് അനുകൂലമായ വാർത്തകളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരൻ അമേരിക്കൻ കോടീശ്വരനായ നെവിൻ റോയ് സിംഗവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ഈ നെവിൻ റോയ് സിംഗം എന്ന് പറയുന്ന ആൾ ചൈനയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയുള്ള, എന്താണ് ചൈനയ്ക്ക് വേണ്ടി ഇവർ ചെയ്യേണ്ടത്? കാശ്മീരിനെ ഇന്ത്യൻ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കണം, പിന്നെയോ അരുണാചൽ പ്രദേശിനെ തർക്കഭൂമിയാക്കി നിർത്തണം. ഇതിനൊക്കെ വേണ്ടിയുള്ള, ചൈനയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്
പ്രബീർ പുർകായസ്തയും ന്യൂസ് ക്ലിക്കും നടത്തുന്നത് എന്ന ആരോപണം ഉന്നയിച്ച് ഇതിനുവേണ്ടി അദ്ദേഹം ചൈനയിൽ നിന്ന് ഇന്ത്യയുടെ വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ചുകൊണ്ട് 115 കോടി രൂപയോളം കൈപ്പറ്റി എന്ന ആരോപണമാണ് പ്രബീർ പുർകായസ്തക്കെതിരായിട്ട് അന്ന് CBI കൊണ്ട് മെനഞ്ഞെടുപ്പിച്ചത്, പടച്ചുണ്ടാക്കിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചല്ലോ. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ എന്താ കണ്ടത്? സുപ്രീം കോടതി ബെഞ്ച്, 2 അംഗ ബെഞ്ച്, ജസ്റ്റിസ് ഗവായിയുടെയും അതേപോലെ തന്നെ ജസ്റ്റിസ് സന്ദീപ് മെത്തയുടെയും ബെഞ്ച് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചല്ലോ. CBIക്ക് പ്രബീർ പുർകായസ്തക്ക് ചൈനയിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട്, അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നതിന് എന്ത് തെളിവാണ് ഹാജരാക്കാൻ കഴിഞ്ഞത്? ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. കെട്ടിച്ചമച്ച കഥയായിരുന്നു അത്. അദ്ദേഹം നെവിൻ റോയി സിംഗവുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഭരണകൂടത്തിന് വേണ്ടി, ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ഇന്ത്യയെ അസ്ഥിരീകരിക്കാനുള്ള പ്രവർത്തനം നടത്തുകയാണ് എന്ന ആരോപണത്തിന് എന്ത് തെളിവാണ് കൊടുക്കാൻ കഴിഞ്ഞത്? ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. സുപ്രീം കോടതി പ്രബീർ പുർകായസ്തയെ വെറുതെ വിടുകയായിരുന്നു, മോചിപ്പിക്കുകയായിരുന്നു, കുറ്റമുക്തനാക്കുകയായിരുന്നു. ഇതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ സോനം വാങ്ചുക്കിനെതിരായിട്ടും സമരം ചെയ്യുന്ന CJPക്കെതിരായിട്ടും ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്ത് ദേശീയ തലത്തിൽ ഈ സമരം ഉയർത്തുന്ന പ്രശ്നങ്ങളെ, പരീക്ഷാക്രമക്കേടുകളെ, അതിന് കാരണമായിരിക്കുന്ന എൻട്രൻസ് കോച്ചിങ് മാഫിയകളുമായി കേന്ദ്ര സർക്കാരിനും BJPക്കുമുള്ള ബന്ധത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവാണ് CPMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി. റിപ്പോർട്ടർ TV ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? MA ബേബി ചൈനീസ് എംബസിയിൽ പോയിട്ട് പണം വാങ്ങിച്ചിട്ട് വന്നിട്ടാണ്. അതാണ് BJPയുടെ ആരോപണം, RSകാരുടെ ആരോപണം. ചൈനീസ് എംബസിയിൽ നിന്ന് പണം പറ്റി വന്നിട്ടാണ് CJP സമരത്തെ സഹായിക്കുന്നത്. ഇങ്ങനെ നുണകൾ പറയുക, തങ്ങളുടെ ജനവിരുദ്ധമായ ഇന്ത്യൻ യുവതയുടെ ഭാവി സ്വപ്നങ്ങളെ തകർത്ത ഈ പരീക്ഷാക്രമക്കേടിന്, ഈ ചോദ്യപേപ്പർ ചോർച്ചക്ക് ഉത്തരവാദികൾക്ക് ആയ ആളുകൾക്കെതിരായിട്ട് രാജ്യമാകെ പ്രതിഷേധം ഉയരുമ്പോൾ ആ പ്രതിഷേധത്തെ തകർക്കാനും ജനങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാനും സമരം ചെയ്യുന്നവർ രാജ്യദ്രോഹ ബന്ധമുള്ളവരാണ്, ഇന്ത്യാവിരുദ്ധരെന്ന് പ്രചരിപ്പിക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് MA ബേബിക്കും CPMനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമൊക്കെ ഇവർ ചൈനയുടെ ഏജന്മാരാണ്, ചൈനീസ് പണം പറ്റിക്കൊണ്ടാണ്. ഈ നുണക്കഥകൾ ജനങ്ങൾ മനസ്സിലാക്കണം. ഇനി രാജ്യദ്രോഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരക്കാലം മുതൽ ഇന്ത്യൻ ജനതയോടോ ഇന്ത്യൻ ദേശീയതയോടോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ താല്പര്യങ്ങളോടോ ഒരിക്കലും ഇണങ്ങി നിൽക്കാൻ തയ്യാറായിട്ടില്ലാത്ത പ്രസ്ഥാനത്തിൻ്റെ പേരാണ്, ഇന്ത്യയിലെ ഏക പ്രസ്ഥാനമാണ് RSS. RSS രൂപം കൊണ്ട കാലം മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിച്ച സംഘടനയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 1925 RSS ഉണ്ടാക്കിയപ്പോൾ മുൻജയും ഹെഡ്ഗേവാറും എന്താ പറഞ്ഞത്? മുസ്ലിം റൗഡിസത്തെ നേരിടാനാണ് ഈ സംഘടന എന്നാണ്. അതിനുവേണ്ടി ഹിന്ദു യുവാക്കൾക്ക്, അഭ്യസ്ത വിദ്യരായ ഹിന്ദു യുവാക്കൾക്ക് പരിശീലനം കൊടുക്കാനാണ് ഈ സംഘടന എന്താണ്. ഏത് സമയത്താണ് മുൻജയും ഹെഡ്ഗേവാറും ഇത് പറയുന്നത്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഖിലാഫത്ത് നിസ്സഹരണ സമരം, ഗാന്ധിയുടെ ആഹ്വാനമനുസരിച്ച് രാജ്യമാകെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നിസ്സഹരണത്തിൻ്റെ മുദ്രാവാക്യം ഉയർത്തി സത്യാഗ്രഹ സമരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമാണ്, ഒരു ശരീരം പോലെ ഒന്നിച്ചിന്ന് പോരാടുന്ന സമയത്താണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമാണെന്ന് പറയുന്നവർ, അത് പറഞ്ഞത് നമ്മുടെ മഹാത്മാവാ ഗാന്ധിജിയാണ്, ഹിന്ദുക്കളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞു. ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു രാജ്യമാണെന്നും ഹിന്ദു മുസ്ലിം ഐക്യമില്ലാതെ സ്വരാജ്യ സാധ്യമല്ല എന്ന് പറഞ്ഞ ഗാന്ധിയെ RSS ടാർഗറ്റ് ചെയ്തു. 1948 ജനുവരി 30 RSSന്റെ മേൽനോട്ടത്തിലാണ്, സവർക്കറുടെ മുൻകൈയിൽ, സവർക്കറുടെ രക്ഷാകർതൃത്വത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഗോഡ്സെയുടെ സംഘടനയായ, നാരായണ ആപ്തയുടെ സംഘടനയായ ഹിന്ദു രാഷ്ട്രദൾ. ആ ഹിന്ദു രാഷ്ട്രദളല്ലേ ഗാന്ധിജിയെ വധിച്ചത്? ഗാന്ധിവധത്തേക്കാൾ വലിയൊരു ഭീകരപ്രവർത്തനം എന്താണ്? ഗാന്ധിവധത്തേക്കാൾ, ഇന്ത്യയുടെ ദേശീയ പിതാവായ, രാഷ്ട്രപിതാവായ ഗാന്ധിവധത്തേക്കാൾ വലിയ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം എന്താണ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അവരുടെ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വർഗീയതയുണ്ടാക്കുക എന്ന കൊളോണിയൽ തന്ത്രം, ഭിന്നിപ്പിക്കുക ഭരിക്കുക എന്ന
കൊളോണിയൽ തന്ത്രം. ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന സ്ട്രാറ്റജിയുടെ കരുവായവരാണ് RSSകാർ. RSSകാർ രൂപം കൊണ്ടതിന് ശേഷം 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി അധികാര കൈമാറ്റം നടക്കുന്നത് വരെയുള്ള നാളുകൾ നോക്കിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സമരം, ഒരു ഉമിനീർ ചെലവഴിച്ച് ഒരു മുദ്രാവാക്യം പോലും ബ്രിട്ടനെതിരായിട്ട് വിളിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ ഏക സംഘടനയുടെ പേരാണ് RSS. അവരാണിപ്പോൾ രാജ്യത്തെ ജനങ്ങളെ, കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെയും മുസ്ലിങ്ങളെയും ഒക്കെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്. രാജ്യദ്രോഹത്തിൻ്റെ ചരിത്രം മാത്രമുള്ള സംഘടനയാണ് RSS എന്ന് പറയുന്നത്. 1948 ഗാന്ധി വധത്തിന് ശേഷം നിരോധിക്കപ്പെട്ട ഈ സംഘടന നിരോധനം നീക്കിത്തരണമെന്ന് അന്നത്തെ സർദാർ വല്ലഭായ് പട്ടേലിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ യുവാക്കൾ കമ്മ്യൂണിസത്തിലേക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നത് തടയണമെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാക്കണം. യൂത്തിനെ ഞങ്ങളത് കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നത് തടഞ്ഞു നിർത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏഷ്യ പസഫിക്കിലെ ചൈനീസ് വിപ്ലവത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വളർച്ചയും അത് 40കളുടെ അവസാനത്തോടുകൂടി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ദേശീയ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ തകരുകയാണെങ്കിൽ കോൺഗ്രസിന് സംഭവിക്കുന്ന അപജയം അത് മുതലെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ അധികാരത്തിൽ വരുമോ? അത് തടയാൻ വേണ്ടിയാണ് തീവ്ര വലതുപക്ഷത്തെ, RSSനെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഇവിടെ അമേരിക്കയും CIA പ്രോത്സാഹിപ്പിച്ചത്. മിലിറ്റൻറ്റ് ഹിന്ദുയിസം ഇൻ ഇന്ത്യ എന്ന പുസ്തകം ജയകറാൻ എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം RSSനെ, കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കോൺഗ്രസിന് പകരം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളിൽ നിന്നാണ് അത്തരമൊരു പ്രൊജക്റ്റ് ഉണ്ടായത്, അത്തരമൊരു രചനയുണ്ടായത്. RSSൻ്റെ ദീർഘകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പോലും ഈ രാജ്യത്തിൻ്റെ താല്പര്യത്തോടൊപ്പം അവർ നിന്നിട്ടില്ല. എല്ലാ കാലത്തും അമേരിക്കൻ അധിനായകത്വത്തിന്, ബ്രിട്ടീഷുകാർ പോയി അമേരിക്ക ലോക അധിനായകത്തിലേക്ക് വന്നപ്പോൾ അമേരിക്കൻ അധിനായകത്വത്തോടൊപ്പം നിന്നവരാണ്. വിയറ്റ്നാമിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ ലിൻഡൻ ജോൺസൺ എന്ന് പറയുന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. ഏജന്റ് ഓറഞ്ച് വരെ അത്തരത്തിലുള്ള വിഷവാതകങ്ങൾ വരെ അടിച്ച് കുഞ്ഞുങ്ങളെ വരെ കശാപ്പ് ചെയ്യുകയായിരുന്നു വിയറ്റ്നാമിൽ. ആ വിയറ്റ്നാം യുദ്ധം കാലത്ത് അന്ന് ജനസംഘത്തിൻ്റെ MP ആയിരുന്ന വാജ്പേയി ലിൻഡൻ ജോൺസനെ കാണാൻ പോകുന്നുണ്ട്. ലിൻഡൻ ജോൺസന് RSSൻ്റെ സർസംഘചാലക്കായിരുന്ന ഗോൾവാൾക്കറുടെ ഒരു കത്ത് ഉണ്ട്, കൊണ്ടാണ് ഗോൾവാൾക്കർ പോകുന്നത്. ആ കത്തിൽ എന്താ എഴുതിയത്? അങ്ങ് ലോകത്തിൻ്റെ ധർമ്മസാരഥ്യ, ഏത് വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പാവപ്പെട്ട ജനങ്ങളെ, അവരുടെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ജനങ്ങളെ കൊന്നൊടുക്കുന്ന അമേരിക്ക ലോകത്തിൻ്റെ ധർമ്മസാരഥ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ തേര് തെളിക്കുന്ന, അർജുൻ്റെ തേര് തെളിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്താണ് ഈ ലിൻഡൻ ജോൺസൺ ഞങ്ങൾക്ക്, RSSന് എന്നാണ് മിസ്റ്റർ ഗോൾവാൾക്കർ എഴുതിയത്. അമേരിക്ക ലോകത്ത് നടത്തിയിട്ടുള്ള എല്ലാ നൃശംസനകളോടും അങ്ങേയറ്റം സ്തുതി പാടിയിട്ടുള്ള, അതിനെ അംഗീകരിച്ചിട്ടുള്ള, അതിനൊപ്പം നിന്നിട്ടുള്ള പാരമ്പര്യമാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ, പലസ്തീനിൽ കൂട്ടക്കൊലകൾ നടക്കുകയാണ്. ട്രംപും സയനിസ്റ്റും അറബ് ജനതയെ വംശീയമായ ഉന്മൂല ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുകയാണ്. ആ സമയത്ത് RSSകാർ ട്രംപിൻ്റെ കൂടിയാണ്, RSSകാർ സയനിസ്റ്റ് ഭീകരനായ നെതന്യാഹുവിൻ്റെ കൂടിയാണ്. അതെല്ലാം കാണിക്കുന്നത് ചരിത്രത്തിൽ എല്ലാ കാലത്തും ഇവർ മുസ്ലിങ്ങളെയും വംശീയ ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ കൂട്ടക്കൊല ചെയ്യുന്ന ഭീകരർക്കൊപ്പം നിന്നവരാണ്. ആ ഭീകരവാദ രാഷ്ട്രീയം ആന്തരവൽക്കരിച്ച ഇന്ത്യൻ ഫാസിസത്തിൻ്റെ കാലാൽപ്പടയായിട്ടുള്ള RSS ഇപ്പോൾ പറയുന്നത് നീതിക്ക് വേണ്ടി, പരീക്ഷാ ക്രമക്കേട് മൂലം തങ്ങൾക്കെന്ത് സംഭവിച്ചു, തങ്ങളുടെ മാർക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയാതെ ആത്മഹത്യ ചെയ്ത കുട്ടികൾ ഇപ്പം എന്താണ് പുനഃപരിശോധന നടത്തി, ഞങ്ങൾ അത് റദ്ദ് ചെയ്തു, പരീക്ഷ നടത്തിയെന്നാണ് പറയുന്നത്. ആ പുനഃപരീക്ഷയിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ 2,09,000-ഓളം കുട്ടികൾ പങ്കെടുത്തിട്ടില്ല. അവർ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, അവരനുഭവിക്കുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ, ഇതിനാരാണ് ഉത്തരം പറയുക?
നമ്മുടെ പരീക്ഷാ സിസ്റ്റത്തെ, നമ്മുടെ കോച്ചിങ് സെൻ്ററുകളുടെ ധന താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഈ കോച്ചിങ് സെൻ്ററുകൾക്ക് അനുകൂലമായിട്ടുള്ള സഹായങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വരെ രൂപീകരിച്ചത്. ഇന്ത്യയുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണത്. ഇപ്പോൾ പല സംസ്ഥാന മുഖ്യമന്ത്രിമാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്ന് പറഞ്ഞിരിക്കുക. ഇതെല്ലാം ഇവിടുത്തെ കോച്ചിങ് മാഫിയകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്താണ്. അതിനെതിരായിട്ടാണ് ഒരു സിസ്റ്റത്തിൻ്റെ അധാർമികതക്ക്, ഒരു സിസ്റ്റത്തിൻ്റെ പിടിപ്പുകേടിന് അതിനിരയായിട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ഭാവിക്ക്, ഇന്ത്യയുടെ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് നടക്കുന്നത്. ആ സമരത്തെ രാജ്യദ്രോഹമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് അടിച്ചമർത്തിക്കളിയാം. ഇത് സംഘപരിവാറുകാരുടെ സ്ഥിരം പരിപാടി. ഇപ്പം മോഹൻലാലിൻ്റെ പുത്രി, ഒരുപാട് സെലിബ്രിറ്റികൾ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ്. പതിവില്ലാത്ത വിധമാണ്. കാരണം അത് മധ്യവർഗ വിഭാഗങ്ങളുടെ സ്വപ്നമാണ് ഈ പരീക്ഷാക്രമക്കേടുകളിലൂടെയും ചോദ്യപേപ്പർ ചോർച്ചയിലൂടെയൊക്കെ തകരുന്നത്. മധ്യവർഗം അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്നതിൻ്റെ സൂചന കൂടി ഈ സമരത്തിലുണ്ട്. എത്ര തല്ലുകൊണ്ടാലും പോലീസ് എത്ര ഭീകരത സൃഷ്ടിച്ചാലും ഞങ്ങൾ സമരമുഖത്ത് നിന്ന് പിന്തിരിയില്ല എന്ന ശാഠ്യത്തോടെ, തങ്ങൾക്ക് നീതി വേണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടി നമ്മുടെ കുട്ടികൾ തെരുവുകളിൽ നിന്ന് മോഡി സർക്കാരിൻ്റെ പോലീസിനെ, കേന്ദ്ര സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നടപടികളെ നേരിടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പമാണ് സെലിബ്രിറ്റികളിൽ പലരും പൊതുവെ സാമൂഹ്യ രംഗത്ത് രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നും കാര്യമായി ഇടപെടാത്ത, അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്ന എത്രയോ സിനിമാ പ്രവർത്തകർ, എത്രയോ അവതാരകമാർ, ആങ്കർമാർ, ഇവരെല്ലാം രംഗത്ത് വരികയാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ, അവർ ഒരു സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് ഇങ്ങനെ അടിച്ചമർത്തുന്നതിനെ എന്ത് ജനാധിപത്യമാണ് എന്നാണ് പറയുക എന്നാണ് ചോദിച്ചത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഉന്നയിക്കുന്ന പ്രശ്നത്തോട് നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് തങ്ങൾക്ക് നീതി വേണം, തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന് സമരം ചെയ്യാൻ അവകാശമില്ലേ? നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം നഷ്ടപ്പെടുകയാണോ എന്ന ചോദ്യമാണ് വിസ്മയ, അവളൊരു ആർട്ടിസ്റ്റാണ്, സിനിമ നടിയാണ്, അവരുന്നയിച്ചത്. എന്താണ് വിസ്മയക്കെതിരായിട്ട്? അശ്ലീലകരമായ, അങ്ങേയറ്റം വിദ്വേഷപൂർണമായ സൈബർ ആക്രമണത്തിന് ആ കുട്ടി ഇരയായി. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് തലമുറകൾ മാറി വരികയാണ്. പ്രാചീനതയുടെ കൂരിരുട്ടിൽ സുവർണ ഭൂതകാലം അന്വേഷിച്ച് നടക്കുന്നവരാണ് RSSകാർ. മാറുന്ന ലോകത്തെ, പുതിയ മനുഷ്യരെ, അവരുടെ പ്രശ്നങ്ങളെ ഒന്നും മനസ്സിലാക്കാത്ത കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ നിർദ്ദയമായ ചൂഷണത്തിന് വേണ്ടി ഇന്ത്യ ഭരിക്കുന്നവരാണ്. അംബാനിമാരുടെയും അദാനിമാരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്നവരാണ്. രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു ഉത്കണ്ഠയുമില്ല. അതുകൊണ്ടാണ് ഈ കുട്ടികളുടെ ഈ പരീക്ഷാക്രമക്കേട് മൂലം അരക്ഷിതത്വത്തിലായ, ജീവിതത്തിൽ അനിശ്ചിതത്വം പേരേണ്ടി വരുന്ന കുട്ടികളുടെയും മക്കൾ നഷ്ടപ്പെട്ടു പോയ രക്ഷിതാക്കളുടെയും ഒക്കെ തന്നെ ഉത്കണ്ഠകൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും ഇത് ഇന്ത്യൻ ഫാസിസ്റ്റ് അധികാര ശക്തികൾക്കെതിരായിട്ട് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരേണ്ട സമരമാണ്. ആ രീതിയിലുള്ളൊരു തിരിച്ചറിവോടുകൂടി നമ്മുടെ നഗരങ്ങളും ക്യാമ്പസുകളും ഉണരുകയാണ്. ജനങ്ങളാകെ അതിനോടൊപ്പം നിൽക്കണം. മോഡി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് 152 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായത്, ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായത് 152 തവണ. 7.5 കോടി കുട്ടികളുടെ ഭാവിയെയാണ് അത് ബാധിച്ചത്. അപ്പോൾ 7.5 കോടി കുട്ടികൾ എഴുതിയ പരീക്ഷകളിൽ 152 തവണയായിട്ട് 10 വർഷക്കാലം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, അതൊരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ പ്രവേശന പരീക്ഷാ സംവിധാനങ്ങളിലെ, പരീക്ഷ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിലെ ഈ രീതിയിലുള്ളൊരവസ്ഥ, അങ്ങേയറ്റം കൊള്ളരുതായ്മയുള്ള, പിടിപ്പുകളുള്ള ഒരവസ്ഥ പരിഹരിക്കണം. അതാണ് ഈ സമരം ഉന്നയിക്കുന്നത്. ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കുട്ടികൾ എല്ലാവിധത്തിലുമുള്ള മർദ്ദക നീക്കങ്ങളെയും അടിച്ചമർത്ത നടപടികളെയും പ്രതിരോധിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നത്. ആ സമരം ഇന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പടരുകയാണ്. അതോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യവാദികളായ രാജ്യത്തിൻ്റെ ഭാവിയിൽ പുതിയ തലമുറയുടെ സ്വപ്നങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വം.